നിങ്ങൾ ഒരു കാര്യത്തിനു വേണ്ടി എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അത്രത്തോളം ആത്മസംതൃപ്തി അതിൽ നിന്നും ലഭിക്കുന്നു. പരാജയപ്പെടാൻ സാധ്യതയുള്ളതിന് നിങ്ങൾ പദ്ധതി തയ്യാറാക്കിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും വിഡ്ഢിത്തമായി മാറും. ജ്ഞാനിയായ മനുഷ്യർ വിജയിക്കാനായി പോരാടുന്നു. ദേഷ്യം വരുമ്പോൾ വായു മൂടിയിരിക്കുക എന്നതാണ് യഥാർത്ഥ പക്വത. ഒരു വ്യക്തി എത്ര മിടുക്കനാകുന്നുവോ അത്രത്തോളം അവന് സുഹൃത്തുക്കളും കുറയുന്നു. വ്യത്യസ്തമായ രീതിയിലാണ് സ്ത്രീയും പുരുഷനും പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത്. പുരുഷൻ പ്രശ്നങ്ങളെ പ്രവൃത്തിയിലൂടെ പരിഹരിക്കുന്നു, എന്നാൽ സ്ത്രീ പലപ്പോഴും അതിനെ വൈകാരികമായി സമീപിക്കുന്നു. ഒറ്റപ്പെടൽ നേരിടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവരെ ഒരിക്കലും മറക്കരുത്. മറ്റൊരാളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുകയും അതിനെ നിങ്ങളുടെയും അദ്ദേഹത്തിൻ്റെയും വീക്ഷണകോണിൽ നിന്ന് ഒരുപോലെ കണക്കാക്കുകയും ചെയ്യുക എന്നതാണ് വിജയരഹസ്യം. അനുയോജ്യമല്ല എന്ന് തോന്നിയാൽ ഒരു ഒത്തുതീർപ്പും കൂടാതെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോവുക എന്നതാണ് ചർച്ചയിൽ വിജയിക്കുവാനുള്ള ഏക വഴി. ആരും എല്ലാം തികഞ്ഞവരല്ല, ആരും പൂർണ്ണമാകാൻ അർഹതയുള്ളവരുമല്ല. ആർക്കും ഒന്നും എളുപ്പമായി നടക്കുകയുമില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവർ ആ പ്രശ്നത്തിൽ കൂടി എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. ആയതിനാൽ മറ്റുള്ളവരെ വിധിക്കുകയോ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് താൽക്കാലികമായി നിങ്ങളുടെ നാവ് കൊണ്ടുള്ള യുദ്ധം നിർത്തുക. എല്ലാവരും അവരവരുടെ തനതായ രീതിയിലാണ് ജീവിക്കുന്നത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മളെ സമീപിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നത് ഒന്നാമത്തെ തെറ്റ്. ഒന്നും നോക്കാതെ സത്യസന്ധമായി മനസ്സ് തുറക്കുന്നത് രണ്ടാമത്തെ തെറ്റ്. നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം തിരിച്ചും അതുപോലെ നമ്മളെ സ്നേഹിക്കുമെന്ന് വിചാരിക്കുന്നത് മൂന്നാമത്തെ തെറ്റ്. നിസാര കാര്യങ്ങൾക്ക് പോലും കണ്ണു നിറയുന്നവരെയും വാശി കാണിക്കുകയും ചെയ്യുന്നവരെ മോശക്കാരാണെന്ന് കരുതി കുറ്റപ്പെടുത്തരുത്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും കരുണയുമുള്ളത് അവർക്കാണ്. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് അവർക്കാർക്കും അറിയില്ല. അവർ നിങ്ങളുടെ അനുഭവകഥ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായ അനുഭവം അവർ ഒരിക്കലും തൊട്ടറിയില്ല. വേദനിപ്പിച്ച മനുഷ്യരിലേക്ക് ഒരിക്കൽ കൂടി ഇറങ്ങിച്ചെല്ലണം. ജീവിതം എന്താണ് എന്ന് പഠിപ്പിച്ചതിന് നന്ദി പറഞ്ഞ് കൈ കൊടുക്കണം. കരഞ്ഞിരുന്ന റൂമിലേക്ക് ഒന്നും കൂടെ മടങ്ങിയെത്തണം. വിങ്ങിപ്പൊട്ടിയ ആ നിമിഷങ്ങളെ ഒന്നും കൂടെ ആത്മാഭിമാനത്തോടെ ഓർത്തെടുക്കണം. ധീരമായ കണ്ണുകളോടുകൂടി ജീവിതത്തിലേക്ക് തിരികെ നടക്കണം. മുൻപ് നമ്മൾ ചെയ്ത കാര്യങ്ങളും തെറ്റുകളുമൊക്കെ പടിപടിയാക്കാൻ നമുക്കാവില്ല. അതൊക്കെ ഓർത്ത പക്ഷാതാപവും കുറ്റബോധവും ഭയവും കോപവും ഇവയൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ഇനിയുള്ള ഓരോ നിമിഷവും ചെലവഴിക്കേണ്ടത് ജ്ഞാനത്തിലും സ്നേഹത്തിലും വിവേകത്തിലുമായിരിക്കണം. അതാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം. അങ്ങനെയായാൽ നമ്മുടെ ജീവിതത്തിലും സന്തോഷമുണ്ടാകും. ഒരു പിണക്കമുണ്ടായാൽ ആദ്യം നമ്മോട് ഇണങ്ങാൻ വരുന്നവർ നമ്മോട് തോറ്റു തരുന്നവരല്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ അവർ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എല്ലാ സ്നേഹബന്ധങ്ങളിലും നിലനിൽക്കുന്നത്. ഇത്രത്തോളം സ്നേഹിക്കാൻ മനസ്സുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.